നമസ്കാരം. എഡിഎം നവീൻ ബാബുവിൻ്റേത് കൊലപാതകമല്ല, ആത്മഹത്യയെന്ന സർക്കാർ ഹൈക്കോടതിയിൽ. നവീൻ ബാബു ജീവനൊടുക്കിയതെന്നും ദിവ്യ തന്റെ മേൽ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമത്തിലാണ് തൂങ്ങി മരിച്ചതെന്നാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. നവീനെ അപമാനിക്കാൻ ബോധപൂർവമായി ദിവ്യ ശ്രമം നടത്തി. ക്ഷണിക്കാതെയാണ് ദിവ്യ യാത്രയപ്പ് യോഗത്തിലേക്ക് നുഴഞ്ഞു കയറിയത്. സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ചു. ഇത് മനോവിഷമമുണ്ടാക്കി. മരണത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണ്. കേസിൽ എല്ലാ തെളിവുകളും ശേഖരിച്ചുവെന്നും പഴുതില്ലാത്ത അന്വേഷണമാണ് നടത്തുന്നതെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. നവീൻ ബാബുവിനെ തേജോവധം ചെയ്യുക എന്ന ദുരുദ്ദേശത്തോടെയാണ് പി ദിവ്യ യോഗത്തിന് എത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. റവന്യൂ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ വെച്ചാണ് ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. എഡിഎമ്മിന്റെയും പെട്രോൾ ബാങ്കിന്റെയും അപേക്ഷ ഡാറ്റ റെക്കോർഡുകൾ പരിശോധിച്ചു. നവീൻ ബാബുവിന്റെയും പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയ പ്രശാന്തന്റെയും CDRും പരിശോധിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന ഹർജിക്കാരിയായ നവീൻ ബാബുവിന്റെ ഭാര്യയുടെ വാദം അവാസ്തവമാണെന്നും പോലീസ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. കൊലപാതകമെന്ന കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുന്നതായും പോലീസ് വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ഒരു ആത്മഹത്യയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ തൂങ്ങി മരണമാണെന്നും ശരീരത്തിൽ മറ്റ് മുറിപ്പാടുകളില്ലെന്നും ഡോക്ടർമാരുടെ റിപ്പോർട്ടിലുണ്ട്. കൊലപാതകമാണെന്നതിന്റെ യാതൊരു സൂചനയും ഫോറൻസിക് സംഘവും നൽകിയിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. അതിനിടെ കേസിലെ പ്രതിയായ പി ദിവ്യയെ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ CPM നീക്കം നടത്തുകയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് അംഗം എന്ന പദവിയിലേക്കാണ് വെള്ളിയാഴ്ച രാവിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പി ദിവ്യയെ തെരഞ്ഞെടുത്തത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും മയിൽ ഡിവിഷനിലെ NV ശ്രീജിനി രാജിവെച്ച ഒഴിവിലേക്കാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ജാമ്യം ലഭിച്ച പി ദിവ്യ ഉൾപ്പെടുത്തിയത്. NV ശ്രീജിനിയെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുത്തു. ഡിസംബർ 11-നാണ് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. പി ദിവ്യയെ സ്ഥിരം സമിതി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള അണിയറ നീക്കവും സജീവമാണ്. കണ്ണൂർ ADM ആണ് പത്മചന്ദ്ര കുറുപ്പാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചത്. നേരത്തെ ADM നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പ്രതിയായതിനെ തുടർന്ന് വിവാദങ്ങൾ ഉയർന്നപ്പോൾ CPM പി ദിവ്യയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തിരുന്നു. എന്നാൽ കല്യാശ്ശേരി ഡിവിഷൻ അംഗമായ പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുകയായിരുന്നു. ഇരണാവ് ബ്രാഞ്ചിലേക്കാണ് ദിവ്യയെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി തരം താഴ്ത്തിയത്. സ്വന്തം വീട് നിൽക്കുന്ന പ്രദേശമായ പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനത്തിലും ദിവ്യയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലും പാർട്ടി ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കൾ പി ദിവ്യയ്ക്ക് പൂർണ്ണമായ പിന്തുണയാണ് രഹസ്യമായി നൽകിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം. ആദ്യഘട്ടത്തിൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടിയും സർക്കാരുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. എന്നാൽ പല ഘട്ടങ്ങളിലും ഇതല്ല സംഭവിക്കുന്നത് എന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി. പി ദിവ്യയെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു പാർട്ടി നേതൃത്വം. പേരിന് വേണ്ടി മാത്രമാണ് പി ദിവ്യയെ പാർട്ടി താഴെ ഘടകത്തിലേക്ക് തരം താഴ്ത്തിയത്. എന്നാൽ അതേസമയം നിലവിൽ അവരിപ്പോഴും ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുകയാണ്.